ആർട്ടിക്കിൾ 18, ക്രിസ്ത്യൻ സോളിഡാരിറ്റി വേൾഡ് വൈഡ്, ഓപ്പൺ ഡോഴ്സ്, മിഡിൽ ഈസ്റ്റ് കൺസേൺ എന്നീ സംഘടനകൾ സംയുക്തമായി പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇറാനിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള വേട്ടയാടൽ തുടർക്കഥയാവുന്നതായി വ്യക്തമാക്കിയിരിക്കുന്നത്. ബൈബിൾ കൂടുതലായി കൈവശം വെച്ചതിനു വരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1/3 അറസ്റ്റുകളും ബൈബിളിന്റെ ഒന്നിലധികം കോപ്പികൾ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തികളെ ലക്ഷ്യമിട്ടായിരുന്നുവെന്നാണ് കണക്കുകൾ. 2023 166 അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിന് മുൻപ് അധികാരികൾ ഏതാനും പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് 3 മാസത്തിനുള്ളിൽ 100-ലധികം ക്രൈസ്തവരെയാണ് അറസ്റ്റ് ചെയ്തത്. യേശുവിന്റെ ജനന തിരുനാൾ ആഘോഷിക്കാനിരുന്ന ക്രിസ്തുമസ് സമയത്ത് അറസ്റ്റുകളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 8.7 കോടി ജനങ്ങളുള്ള ഇറാനിൽ 3 ലക്ഷം ക്രൈസ്തവരുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചുള്ള പീഡനം ശക്തമാകുമ്പോഴും അനേകം ഇസ്ലാം മതസ്ഥർ ഇസ്ലാം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നതായുള്ള വിവിധ റിപ്പോർട്ടുകൾ രാജ്യത്തുനിന്നും പുറത്തുവരുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗ്യാന ന്യൂസ്.